എരിയാലയോ പുളഞ്ഞു പോയി തിത്തേ എന്നു കുരങ്ങച്ചൻ. എനിക്കും പറക്കണം. എനിക്കുമുണ്ടല്ലോ ഭംഗിയുള്ള ചിറകുകൾ. ഒന്ന് പറന്നു നോക്കിയാലോ? അയ്യോ അമ്മേ, അയ്യോ. ഞാനും പറന്നേ. ഞാനിനി ഒത്തിരി ഉയരെ പോകും. അയ്യോ അയ്യോ, ഞാൻ തളർന്നു. പറക്കണ്ടായിരുന്നു. അയ്യോ അമ്മേ, അയ്യോ പൂച്ച, രക്ഷിക്കണേ. അയ്യോ, എവിടെ എവിടെ എന്റെ വീട്? ഇതുവഴിയല്ലല്ലോ ഞാൻ വന്നത്. അയ്യോ രക്ഷിക്കണേ. അയ്യോ, ഒരു കുഞ്ഞിക്കിളി. എന്തു പറ്റി? അയ്യോ എന്തു പറ്റി? എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ രക്ഷിക്കണേ. പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ കൂട്ടിൽ നിന്ന്
പറഞ്ഞപ്പോ വഴി തെറ്റിപ്പോയതാ. എന്നെ വീട്ടിലെത്തിക്കോ? വിഷമിക്കേണ്ട കുഞ്ഞിക്കിളി, ഞങ്ങൾ നിന്നെ വീട്ടിലെത്തിക്കാം. വീട്ടിലെത്തിക്കാനോ? ഞങ്ങൾക്ക് വയ്യ അലഞ്ഞു തിരിയാൻ. ഹോ, വരുന്നില്ലേ വേണ്ട, ഞാൻ കൂടെ പൊയ്ക്കോളാം. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. അപ്പൂസേ, ഓടി വാ, ഒരു കുഞ്ഞിക്കിളിതാ വഴി തെറ്റി വന്നിരിക്കുന്നു. അയ്യോ, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട കുഞ്ഞിക്കിളി, അത് നമ്മുടെ അപ്പൂസ. പാവം ഒരു മഞ്ഞക്കിളി കുഞ്ഞ്. അപ്പൂസേ, ഇവൾക്ക് തിരികെ പോകാൻ അറിയില്ല. നമുക്കിവളെ വീട്ടിലെത്തിക്കാമോ? എവിടാ നിന്റെ വീട്? മരത്തിൽ. ഏത് മരത്തിൽ? ഒരു വലിയ മരത്തിൽ. ഹേ, വലിയ മരത്തിലോ? പാവം, അതിനൊന്നും അറിയില്ല. ആ, അവിടെ കുളക്കരയിൽ ഒരു വലിയ മരമുണ്ട്. പക്ഷെ അത്രയും ദൂരം കൂടെ വരാൻ എനിക്ക് വയ്യ. വിഷമിക്കണ്ട കുഞ്ഞിക്കിളി, ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം കേട്ടോ. നമുക്ക് പോവാം. ശരി. അതാ മഞ്ഞക്കിളി. മഞ്ഞക്കിളി, മഞ്ഞക്കിളി. എന്തേ? നിന്റെയാണോ ഒരു കുഞ്ഞിക്കിളി? അവള് പറന്ന് പറന്ന് താഴെ വീണു. ഇപ്പൊ കാത്തൂന്റെ കൂടെ ഉണ്ട്. എടാ മണ്ട, അവൾ പറക്കാറായിട്ടില്ല. അത് വേറെ ഏതെങ്കിലും കുഞ്ഞിക്കിളിയാവും. പിന്നെ ആരുടെയാ കുഞ്ഞിക്കിളി? അയ്യോ, കണ്ടൻ. പാട്ട. എവിടെ കിളിക്കുഞ്ഞ്? ഏത് കിളിക്കുഞ്ഞ്? നീ ആ മഞ്ഞക്കിളിയോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. വേഗം പറഞ്ഞോ. കാത്തൂന്റെ കൂടെ. ഓഹോ, അപ്പോ കാത്തു എവിടെ? പച്ചത്തുള്ളമാരുടെ പുല്ലിന്റെ ഇടയിൽ. സത്യമാണല്ലോ, ഇല്ലെങ്കിൽ നീ ഏത്തമിടും. സത്യം. കണ്ടനാണ് പോലും, മണ്ടൻ. ഏതാ ഞാറമരം? എനിക്കറിയില്ല. ആരോട് ചോദിക്കാൻ? ഇവിടെ ഇരിക്കാം. ആരെയും കാണുന്നില്ലല്ലോ. നീ ആ മഞ്ഞക്കിളിയുടെ കുഞ്ഞല്ലേ? എവിടെ ആയിരുന്നു നീ? ഞാൻ പറന്ന് പറന്ന് വഴി തെറ്റിപ്പോയി. ഈ കാത്തു ചേച്ചിയാ എന്നെ രക്ഷിച്ചേ. ഇവിടെ നിന്നോ, ഞാൻ പോയി നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. ആശ്വാസമായി. കാത്തു, വാ ഇവിടെ. ഇവിടെ വരാൻ. അമ്മേ, ഞാൻ ഈ കുഞ്ഞിക്കിളിയെ കൊണ്ടാക്കാൻ വന്നതാ. കുഞ്ഞിക്കിളിയോ? മതി മതി, നിന്നെ കാരണം എനിക്ക് എന്നും തലവേദന തന്നെയാ. എന്നെ വഴക്ക് പറയല്ലേ അമ്മേ. എനിക്ക് വേദനിക്കും. എന്നെ വിടമ്മേ, ഞാൻ വന്നോളാം. അവളെ വിടൂ പൂച്ചയമ്മേ. വഴിതെറ്റിപ്പോയ കുഞ്ഞിക്കിളിയെ കാത്തു വീട്ടിലെത്തിക്കുകയല്ലേ ചെയ്തത്? അമ്മേ, ഞാൻ പറഞ്ഞു അമ്മേ. അമ്മ ഇല്ലാത്ത സമയത്ത് എന്തിനാ നീ പറക്കാൻ നോക്കിയത്? കുഞ്ഞിക്കിളി, കാത്തു ചേച്ചി, ഇതാണ് എന്റെ അമ്മ. കാത്തു വലിയ കാര്യമാ ചെയ്തത്. വലിയ മനസ്സുള്ള കുട്ടിയാ അവൾ. വളരെ നന്ദി കാത്തു. എനിക്കെന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. ഇനിയും കാണാം. മിടുക്കി കുട്ടി. 57, 58, 59, 60.
രക്ഷകനായി കരിയിലമേലെ കയറി നിന്നു. ആടി രസിച്ചും പാടി രസിച്ചും ഇരുവരും പിന്നെ യാത്രയായി. മണ്ണാങ്കട്ടയോ രക്ഷകനായി കരിയിലമേലെ കയറി നിന്നു. ആടി രസിച്ചും പാടി രസിച്ചും ഇരുവരും പിന്നെയും യാത്രയായി. മാനമിരുണ്ടു കറുത്തു വന്നു, പെട്ടെന്നു പേമാരി പെയ്തിറങ്ങി. മാനമിരുണ്ടു കറുത്തു വന്നു, പെട്ടെന്നു പേമാരി പെയ്തിറങ്ങി. കരിയില പെട്ടെന്നു രക്ഷകനായി പിന്നെ ഇരുവരും യാത്രയായി. കരിയില പെട്ടെന്നു രക്ഷകനായി പിന്നെ ഇരുവരും യാത്രയായി. പെട്ടെന്നു മാനം കറുത്തു വന്നു, മഴയുടെ കൂട്ടത്തിൽ കാറ്റും വന്നു. പെട്ടെന്നു മാനം കറുത്തു വന്നു, മഴയുടെ കൂട്ടത്തിൽ കാറ്റും വന്നു. കരിയിലയെങ്ങോ പറന്നു പോയി, മണ്ണാങ്കട്ട അലിഞ്ഞു പോയി. കരിയിലയെങ്ങോ പറന്നു പോയി, മണ്ണാങ്കട്ട അലിഞ്ഞു പോയി. കരിയിലയെങ്ങോ പറന്നു പോയി, മണ്ണാങ്കട്ട അലിഞ്ഞു പോയി. മണമൊന്നും കിട്ടുന്നില്ലല്ലോ പിങ്കി. സാരമില്ല പൂപ്പി, നമുക്ക് കാണുന്നവരോടെല്ലാം ചോദിക്കാം. ആർക്കെങ്കിലും അറിയാതിരിക്കില്ല. എന്താ പൂപ്പി, ഇവിടൊന്നും ആരുമില്ലേ? നമ്മളിപ്പോ എവിടെയാ? അറിയില്ലല്ലോ പിങ്കി. അയ്യോ, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. നിങ്ങളെ പേടി കണ്ടപ്പോ അത് മാറ്റാമെന്ന് കരുതി വന്നതാ. എന്താ ഈ ശബ്ദം? അയ്യോ, അത് നമ്മുടെ മരം കൊത്തിച്ചേട്ടൻ മരത്തി കൊട്ടുന്ന ശബ്ദമല്ലേ? നിങ്ങൾ അത് കേട്ടിട്ടാണോ പേടിച്ചത്? അതെന്തിനാ മരം കൊത്തിച്ചേട്ടൻ മരത്തി കൊട്ടുന്നേ? വെറുതെ കൊട്ടുന്നതൊന്നുമല്ല, മരത്തടിയിൽ കൊത്തി കൊത്തി ദ്വാരമുണ്ടാക്കുന്നതാ. ചിലപ്പോ താമസിക്കാനുള്ള കൂടുണ്ടാക്കുന്നതായിരിക്കും. ഏത് കടുപ്പമുള്ള മരവും തുരന്ന് വീടുണ്ടാക്കാൻ മരം കൊത്തിച്ചേട്ടന് മാത്രമേ കഴിയൂ. അത് പോട്ടെ, പൂപ്പി എന്താ ഈ വഴി? ഞങ്ങൾ ഈ വണ്ടിയുടെ ഉടമയെ തിരക്കി ഇറങ്ങിയതാ. ഈ വണ്ടിയുമായി ആരെങ്കിലും പോകുന്നത് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ പൂപ്പി, എനിക്കൊരു ഓർമ്മയും വരുന്നില്ല. ഇത്രയും രുചിയുള്ള മാമ്പഴം ഞാൻ ഇന്നോളം കഴിച്ചിട്ടില്ല. ഞാനും. ഈ മാവ് കാണാൻ തന്നെ എന്ത് ഭംഗിയാ. നമുക്ക് ഇതിൽ തന്നെ കൂടുകൂട്ടാമല്ലേ? അത് ശരിയാ. ആഹാ, പൂപ്പിയായിരുന്നോ? ആരാ ഈ പുതിയ ആൾ? ഇത് പിങ്കിയാ, എന്റെ കൂട്ടുകാരി. ഞങ്ങൾ ഈ വണ്ടിയുടെ ഉടമയെ അന്വേഷിച്ചിറങ്ങിയതാ. നിങ്ങൾക്കറിയാമോ ആരാണെന്ന്? ഇല്ലല്ലോ, ഞങ്ങൾ ഈ വണ്ടി ആദ്യമായിട്ടാ കാണുന്നേ, അല്ലേ? അതെ അതെ. പിന്നെ ഞങ്ങൾ ഈ മരത്തിൽ കൂടുണ്ടാക്കാൻ പോവുക. മരമൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഇതിലൊരു കേടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കേടോ? എവിടെ? ദാ ഇവിടെ. ഓ, ഇത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെ? നമ്മുടെ മരം കൊത്തിച്ചേട്ടനെ അറിയിച്ചാ മതി. ചേട്ടൻ വന്ന് മരത്തിന് കേടുണ്ടാക്കുന്ന പുഴുക്കളെ എല്ലാം തടി തുരന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അവയെ കുശാലായി അങ്ങ് കഴിക്കും. മാവിന്റെ കേട് മാറുകയും ചെയ്യും. ഈ മൂങ്ങകൾക്ക് എന്തൊരു അഹങ്കാരമാണ്. ഇത്രയും പറഞ്ഞിട്ടും ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുന്ന കണ്ടില്ലേ? എന്നാൽ ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ? ഈ മരപ്പൊത്ത് ഞാനാണ് കണ്ടെത്തിയതെങ്കിൽ ഞാൻ തന്നെ അതിൽ താമസിക്കും. ഈ പൊത്ത് ഞാൻ ആദ്യം കണ്ടെത്തിയത്. അതിനകത്ത് ഞാൻ കുറച്ച് പഞ്ഞിയും കൊണ്ടുവച്ചിരുന്നു. സംശയമുണ്ടെങ്കിൽ അകത്ത് കയറി നോക്ക്.
അതുകൊണ്ടേ ഞാനാ ഈ പൊത്തിന്റെ ശരിക്കുള്ള അവകാശി. വേറെ ആർക്കും ഞാൻ ഈ പൊത്ത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഈ പൊത്ത് ഞാൻ ആദ്യം കണ്ടെത്തിയത്. അതിനകത്ത് ഞാൻ കുറച്ച് പഞ്ഞി കൊണ്ടുവച്ചിരുന്നു. അതുകൊണ്ടേ ഞാനാ ഈ പൊത്തിന്റെ നിങ്ങൾ എന്തിനാ വഴക്കിടുന്നേ? എല്ലാരും താഴേക്ക് വന്നാൽ ഈ വഴക്ക് നമുക്ക് ഇപ്പൊ തന്നെ തീർക്കാം. മരപ്പൊത്തിനെ ചൊല്ലിയാണെങ്കിൽ അതിന് വഴിയുണ്ട്. ശരിക്കും വഴിയുണ്ട്. എനിക്കൊരാളെ അറിയാം, മരംകൊത്തി ചേട്ടൻ. ചേട്ടൻ വിചാരിച്ചാൽ ഒന്നല്ല, നിങ്ങൾക്ക് 2 പൊത്തുകൾ വേണമെങ്കിലും ഉണ്ടാക്കി തരും. എന്താ? മരം കൊത്തി ചേട്ടൻ എല്ലാരെയും സഹായിക്കുന്ന നല്ലൊരാളാ. ഞങ്ങൾക്ക് നേരിട്ടറിയാം. ഓഹോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മരംകൊത്തി ചേട്ടനെ കൊണ്ടുവാ. അതുവരെ ഞങ്ങൾ വഴക്കിടില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. മരംകൊത്തി ചേട്ടൻ ഇപ്പൊ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആ, ചേട്ടൻ അടുത്ത് എവിടെയോ ഉണ്ട്. നിങ്ങൾ ആ ശബ്ദം കേൾക്കുന്നില്ലേ? ടക് 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 ടക്. ഈ മരം ഏത് നിമിഷവും വീഴും. ഇതിന്റെ അടുത്ത് നിന്ന് എല്ലാവരും മാറിപ്പോയിക്കോളൂ. മരംകൊത്തി ചേട്ടനല്ലേ? ഞാൻ പൂപ്പി. ചേട്ടനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായി ഞങ്ങൾ തുടങ്ങുമായിരുന്നു. അല്ല, നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിച്ചേ? ചേട്ടൻ വന്നാ ഞങ്ങൾക്കെല്ലാം കൂടിനായി മരപ്പൊത്തുകൾ ഉണ്ടാക്കി തരുമെന്ന് പൂപ്പി പറഞ്ഞു. ചേട്ടൻ വലിയ മനസ്സുള്ള ആളാണെന്ന് പിങ്കി പറഞ്ഞു. കൂടുണ്ടാക്കാനും ഇര തേടാനുമാണ് മരത്തിൽ പൊത്തുകൾ ഉണ്ടാക്കുന്നേ. പിന്നെ ഒരിക്കൽ താമസിച്ചു കഴിഞ്ഞാൽ ആ പൊത്ത് ഉപേക്ഷിച്ചു പോകാറാണ് പതിവ്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ പൊത്തുകളിൽ കൂടുണ്ടാക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയും. ഞങ്ങൾ അങ്ങനെ കണ്ട ഒരു പൊത്തിൽ ആരും ഇല്ലെന്ന് കരുതിയാണ് കയറിയത്. പക്ഷെ പിന്നെ 2 പേർ അവകാശവും പറഞ്ഞെത്തി. ഞങ്ങൾ ഏതായാലും ഈ കൂട് വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ഈ മരത്തിന് ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ അച്ഛനമ്മമാരും ഈ മരത്തിൽ തന്നെയാ പാർത്തിരുന്നേ. അല്ലെങ്കിൽ തന്നെ ഈ മരം വീഴുമെന്ന് മരം കൊത്തി ചേട്ടൻ എങ്ങനെ പറയാൻ പറ്റും? ഈ മരം വീഴുമെന്ന് പറഞ്ഞത് സത്യമാണ്. ഒരു ചെറിയ കാറ്റ് മതി അതിന് വീഴാൻ. ഞങ്ങൾ മരം കൊത്തികൾക്ക് തടിയിൽ കൊട്ടി നോക്കുമ്പോൾ അതിന്റെ ബലം അറിയാൻ കഴിയും. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്കും ഞാൻ പൊത്തുണ്ടാക്കി തരാം. കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അതുപോട്ടെ, പൂപ്പി എങ്ങനെയാ ഇവിടെ വന്നു വിട്ടത്? അയ്യോ, അത് മറന്നു. ഞങ്ങൾ ഈ വണ്ടിയുടെ ഉടമയെ അന്വേഷിച്ചിറങ്ങിയതാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആരുടെയാണെന്ന് അറിയാമോ? അയ്യോ, പിങ്കി, പിങ്കി, നീ എവിടെയാ? ഞാനിവിടെ ഉണ്ട്. ഹോ, മരംകൊത്തി ചേട്ടൻ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. ഇനി ആർക്കും സംശയമില്ലല്ലോ. ഇല്ലേ ഇല്ല. ഇനി ചേട്ടൻ പറയുന്ന പോലെയേ ഞങ്ങൾ ചെയ്യൂ. ഞങ്ങളും. എന്നാൽ പോന്നോളൂ, കൂടുണ്ടാക്കാൻ പറ്റിയ മരം നമുക്ക് കണ്ടെത്താം. എരിയാലയോ പുളഞ്ഞു പോയി തിത്തയെന്നു കുരങ്ങച്ചൻ.
ചവച്ചു മുയലച്ചൻ. മൂത്തുകിടക്കും കൈപ്പയ്ക്കായുടെ മൂടുകടിച്ചു മുയലച്ചൻ. കഴിച്ചിട്ടയോ വാലും പൊക്കി, കഴിച്ചിട്ടയോ വാലും പൊക്കി, ചാടി മറഞ്ഞു മുയലച്ചൻ. വീണുകിടന്നൊരു മുൾനെല്ലിക്ക ചവച്ചു നോക്കേ കരടിച്ചാർ. വീണുകിടന്നൊരു മുൾനെല്ലിക്ക ചവച്ചു നോക്കേ കരടിച്ചാർ. ചവപ്പ് മൂലം തുപ്പി തുപ്പി, ചവപ്പ് മൂലം തുപ്പി തുപ്പി, കുഴഞ്ഞു പോയി കരടിച്ചാർ. ഹയ്യട ഹയ്യാ. കടയിലിരിക്കും ജിലേബിയൊത്തിരി കട്ടുവിഴുങ്ങി എലിയണ്ണൻ. കടയിലിരിക്കും ജിലേബിയൊത്തിരി കട്ടുവിഴുങ്ങി എലിയണ്ണൻ. മധുരം മധുരം എന്തൊരു മധുരം, മധുരം മധുരം എന്തൊരു മധുരം, തത്തിച്ചാടി എലിയണ്ണൻ, തത്തിച്ചാടി എലിയണ്ണൻ. ഹയ്യട ഹയ്യാ. വെള്ളരിക്ക പട്ടണത്തിലെ മഹാരാജാവ് നാട് നീങ്ങി. ദുഃഖാചരണം 1 മാസത്തോളം നീണ്ടുനിന്നു. അത് കഴിഞ്ഞപ്പോൾ രാജമാതാവും പരിവാരങ്ങളും പുതിയ രാജാവിനെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി. കാരണം മഹാരാജാവിന് അനന്തരാവകാശികൾ ആരുമില്ലായിരുന്നു. രാജമാതാവിന്റെ ആജ്ഞപ്രകാരം മന്ത്രി അതിനായി ഒരു ഋഷിവര്യനെ സമീപിച്ചു. കുറച്ചുനേരം ധ്യാനിച്ച ശേഷം അദ്ദേഹം മന്ത്രിക്കൊരു ഉപായം പറഞ്ഞുകൊടുത്തു. വായുവിനെയും അഗ്നിയെയും ജലത്തെയും ഒരുപോലെ മെരുക്കാൻ കഴിയുന്ന ഒരുവനാണ് വെള്ളരിക്ക പട്ടണത്തിലെ രാജാവാകാൻ സർവ്വഥാ യോഗ്യൻ. അങ്ങനെ ഒരാൾ ഈ നാട്ടിൽ തന്നെയുണ്ട്. അയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക. മന്ത്രി ഇക്കാര്യം രാജമാതാവിനെ അറിയിച്ചു. ഋഷി പറഞ്ഞ കഴിവുകളുള്ള ആളെ കണ്ടെത്താനായി നാട് മുഴുവൻ തിരയാൻ രാജമാതാവ് ഉത്തരവിട്ടു. രാജകിങ്കരന്മാർ ഇത് രാജ്യമെല്ലാം വിളംബരം ചെയ്തു. രാജമാതാവ് തിരുമനസ്സുകൊണ്ട് വെള്ളരിക്ക പട്ടണത്തിലെ പ്രജകളുടെ അറിവിലേക്കായി അരുളി ചെയ്യുന്നതെന്തെന്നാൽ, വായുവിനെയും അഗ്നിയെയും ജലത്തെയും ഒരുപോലെ മെരുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനായി രാജസദസ്സിലെത്തേണ്ടതാണ്. കഴിവുകൾ തെളിയിക്കുന്ന പക്ഷം അയാളെ വെള്ളരിക്ക പട്ടണത്തിലെ മഹാരാജാവായി വാഴിക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. പ്രജകൾ ഇത് കേട്ട് ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും കയ്യിൽ കിട്ടിയ അവസരമോർത്ത് ആഹ്ലാദിച്ചു. അങ്ങനെ രാജാവാകാൻ കൊതിച്ച പലരും വായുവിനെയും തീയെയും വെള്ളത്തെയും മെരുക്കാനുള്ള ശ്രമം തുടങ്ങി. മിക്കവരും ശ്രമം പാതി വഴിയിൽ തന്നെ ഉപേക്ഷിച്ചു. ശേഷിച്ചവർ ഒടുവിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതേസമയം വീരുവാകട്ടെ ചിത്രാംഗതന്റെ വീട്ടിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി അവിടുത്തെ ഇളയ മകനായി വളർന്നു വന്നു. ഒരു ദിവസം കുട്ടികൾ ഒളിച്ചു കളിക്കുകയായിരുന്നു. ചായം മുക്കാൻ ഉപയോഗിക്കുന്ന സാമാന്യം
വലിയൊരു കലത്തിനുള്ളിലാണ് വീരു ഒളിക്കാൻ കയറിയത്. അപ്പോഴാണ് അതുവഴി ഒരു കള്ളൻ പതുങ്ങി പതുങ്ങി വന്നത്. കള്ളന് വലിയ കലം കണ്ടപ്പോൾ കലശലായ മോഹം തോന്നി. വീരു അകത്തുണ്ടെന്നറിയാതെ കള്ളൻ കലവും കൊണ്ട് കടന്നു കളഞ്ഞു. അയ്യോ, ഇതിനകത്തെന്താ ഒരു തട്ടുമുട്ടും? അയ്യോ, ചിലപ്പോൾ പാമ്പായിരിക്കും. ഉരുണ്ടുപോയ കലം ഒരു മുണ്ടിൽ കുരുങ്ങി അടുത്തുള്ള പൊന്തയിൽ തട്ടി നിന്നു. പൊന്തയ്ക്കുള്ളിൽ മയങ്ങുകയായിരുന്ന ഒരു പുലി മുണ്ടിനുള്ളിലെ അനക്കം കണ്ടപ്പോൾ അടുത്തു വന്ന് പരിശോധിച്ചു. ഓ, ഇതിനകത്തേതെങ്കിലും മണ്ടൻ ജീവി പെട്ടിട്ടുണ്ടാവും. ഇന്നത്തേക്ക് കുശാലായി. പുലി അതിനെ കടിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി. അയ്യോ, കാട്ടുതീ! എന്റെ കുഞ്ഞുങ്ങൾ! തീഗോളമായി ഉരുണ്ടുപോയ കലം ചെന്ന് വീണത് ഒരരുവിയിലായിരുന്നു. അരുവിയിലൂടെ ഒഴുകിയ കലം ഒരു വെള്ളച്ചാട്ടത്തിൽ പതിച്ചു. വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന കലം ഒരു പാറയിൽ തട്ടി ചിതറി. പാറയിൽ പിടിച്ചു കയറിയ വീരുവിനെ ഒരു പരുന്ത് റാഞ്ചി കൊണ്ടുപോയി. ആകാശസഞ്ചാരം വീരുവിന് നന്നായി ഇഷ്ടപ്പെട്ടു. അവൻ സാഹസികമായി പരുന്തിന്റെ പുറത്ത് കയറി പറ്റി. എന്നാൽ പരുന്തിനാകെ വെപ്രാളമായി. പോരാത്തതിന് പ്രതീക്ഷിച്ചതിലേറെ ഭാരവും. എങ്ങനെയും കുട്ടിയെ താഴെ ഇടാനായി പരുന്ത് ശ്രമിച്ചു. വീഴാതിരിക്കാനായി നമ്മുടെ വീരുവും. വീരുവിനെ അന്വേഷിച്ച് വീട്ടുകാരും രാജാവിനെ കിട്ടാതെ വലഞ്ഞ മന്ത്രിയും പരിവാരങ്ങളും അപ്പോൾ ഋഷിവര്യന്റെ അടുത്തെത്തിയിരുന്നു. തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം അദ്ദേഹത്തിനുണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. കാര്യങ്ങളെല്ലാം ജ്ഞാനദൃഷ്ടി കൊണ്ടറിഞ്ഞ ഋഷി വീരുവാണ് രാജാവാകാൻ സർവഥാ യോഗ്യനെന്ന് തിരിച്ചറിഞ്ഞു. ചിത്രാംഗദനും കുടുംബവും വീരുവിനുണ്ടായ ഭാഗ്യത്തിൽ അതിയായി സന്തോഷിച്ചു. അങ്ങനെ വീരു വെള്ളരിക്ക പട്ടണത്തിലെ പുതിയ രാജാവാകാനായി കൊട്ടാരത്തിലേക്ക് യാത്രയായി. നിന്റെ കൂടെ പോന്നാലോ
ഞാനൊരു എലിയെ തിരയുകയാണ്. ഞാൻ ഓടിച്ചു കൊണ്ടുവന്ന എലി എങ്ങോട്ടോ പോയി. നീ എന്തിനാണ് എലിയെ ഓടിക്കുന്നത്? കൊള്ളാം, വീട്ടിലെ എലിയെ പിടിക്കുന്നതാണ് എന്റെ ജോലി. ആട്ടെ, നീ എന്തിനാണ് എപ്പോഴും ഇവിടെ കിടക്കുന്നത്? നിനക്കറിയില്ലേ, വീടിന് കാവലാണ് എന്റെ ജോലി. എലിയെ ഞാൻ ഇവിടം വരെ ഓടിച്ചതാണ്. ശരി, എലി എവിടെയുണ്ടെന്ന് ഇനി ഞാൻ പറയാം. എലി മാളത്തിനകത്തുണ്ട്. ഇനി നിനക്ക് അവനെ പിടിക്കാനാവില്ല. എലി മാളത്തിനകത്തുണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാം? എനിക്ക് മണത്ത് നോക്കി അറിയാൻ കഴിയും. നീയൊരു മിടുക്കൻ തന്നെ. നീ എന്നോടൊപ്പം കളിക്കാൻ വരുന്നോ? ശരി. ഹായ്, ഒരു പന്ത്. നമുക്ക് കളിക്കാം. അയ്യോ, പന്ത് പോയല്ലോ. ഇനി നമ്മൾ എങ്ങനെ കളിക്കും? നോക്കട്ടെ. പന്ത് കാണാനില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഹായ്, പന്ത് കിട്ടി. ചെടികൾക്കിടയിൽ ഇരുട്ടാണല്ലോ. നിനക്ക് എങ്ങനെ പന്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു? എത്ര ഇരുട്ടിലും എനിക്ക് കാണാൻ കഴിയും. അയ്യോ, പന്ത് വെള്ളത്തിൽ വീണു. വേഗം പോയി പന്തെടുക്ക്. ചെടികൾക്കിടയിൽ പോയപ്പോൾ പന്തെടുത്തത് ഞാനാണല്ലോ. ഇനി നിന്റെ ഊഴമാണ്. എനിക്ക് വെള്ളത്തിലിറങ്ങാൻ പേടിയാണ്. എനിക്ക് വയ്യ. എനിക്ക് പന്ത് വേണം. നീയാണ് പന്ത് തട്ടി വെള്ളത്തിലിട്ടത്. അല്ല, നീയാണ്. നീ തന്നെ എടുക്കണം. അത്രയ്ക്കും മിടുക്കനാണെങ്കിൽ മരത്തിൽ കയറി എന്നെ പിടിക്ക്. എനിക്ക് മരത്തിൽ കയറാൻ അറിയില്ലല്ലോ. ഇങ്ങനെയാണോ നിങ്ങൾ കളിക്കുന്നത്? ഇതാ നിങ്ങളുടെ പന്ത്. ഇതിനു വേണ്ടി ഇനി വഴക്കുണ്ടാക്കണ്ട. ചങ്ങാതിമാർ ഒരിക്കലും പിണങ്ങില്ല. ശരി, പന്ത് കിട്ടി. ഇനി താഴെ ഇറങ്ങി വന്നോളൂ. എനിക്ക് പിണക്കമില്ല. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നീ ഇപ്പൊ വീഴും. അത്ഭുതം തന്നെ, നീ വീഴാതെ നിന്നല്ലോ. അതും എന്റെ ഒരു മിടുക്കാണ്. അയ്യോ, നിന്റെ അമ്മ വന്നു. നിന്നെ വിളിക്കുന്നുണ്ട്. വേഗം നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ കേട്ടില്ലല്ലോ എന്റെ അമ്മ വിളിക്കുന്നത്. നീ എങ്ങനെ കേട്ടു? ദൂരത്തുള്ള ചെറിയ സ്വരം പോലും എനിക്ക് കേൾക്കാൻ കഴിയും. ഞാൻ ഇരുട്ടിലും കാണുന്നത് പോലെ അല്ലേ? വാ, പോകാം.